മഴതോരും മുൻപേ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. ബാലചന്ദ്രൻ കിടപ്പിലായതോടുകൂടെ തന്നെ ഏക ആശ്രയം അലീനയാണെങ്കിലും വൈജയന്തി അവളെ പൂർണ്ണമായിട്ട് അവഗണിക്കുകയും അവളെ എപ്പോഴും കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഇതറിഞ്ഞ അലീനയെ കാണാനും കൂട്ടിക്കൊണ്ടു പോവാനുമായിട്ട് ഗ്രേസി ആൻറ്റിയും കുടുംബവും വീട്ടിലേക്ക് എത്തുന്നുണ്ട്. എന്നാൽ ബാലചന്ദ്രൻ അലീനയെ വിട്ടുകൊടുക്കാനൊന്നും തയ്യാറാവില്ലെന്ന് പറയുന്നു. എൻ്റെ മോള് എൻ്റെ കൂടെ തന്നെ വേണം, അതുകൊണ്ട് നിങ്ങൾ പോയിക്കോളൂ എന്നൊക്കെ ആയിരിക്കട്ടെ ബാലചന്ദ്രൻ പറയുന്നത്. മറ്റു നിവൃത്തിയില്ലാത്ത ഗ്രേസി അമ്മയും മാമച്ചനും അവിടെ നിന്നും തിരിച്ചു പോവാൻ നോക്കുകയാണ്. എന്നാൽ അലീനയെ കൂട്ടാതെ അവർ പോകുന്നതും കണ്ടുകൊണ്ട് തന്നെ വൈജയന്തിക്ക് ദേഷ്യം വരും. വൈജയന്തി പറയുന്നുണ്ട്. വൈജയന്തി അലീനയെ പിഴച്ചു പറ്റവളെന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നത് കേൾക്കുന്ന സമയത്തന്നെ ഗ്രേസി ആൻറ്റി വൈജയന്തിയുടെ ഭൂതകാലത്തെ പറ്റിയിട്ട് സൂചിപ്പിക്കാൻ തുടങ്ങി. ദേഷ്യം വന്നുകൊണ്ട് തന്നെ ഗ്രേസി ആൻറ്റി പറയുന്നുണ്ട്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് മുൻപ് സ്വന്തം യോഗ്യത കൂടി നോക്കണം. വൈജയന്തി അലീനെ ഇങ്ങനെ പിഴച്ചവൾ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് കേട്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ തന്നെയായിരിക്കട്ടെ ഗ്രേസിയമ്മ അങ്ങനെയൊക്കെ പ്രതികരിച്ചത്. എന്നാൽ തൻ്റെ ഭൂതകാല രഹസ്യങ്ങളെ പറ്റിയിട്ട് ഇപ്പോൾ എല്ലാവർക്കും നല്ല അറിവാണല്ലോ എന്നൊക്കെ ചിന്തിച്ച് ആകെ തളർന്നടിഞ്ഞു പോകുന്ന വൈജയന്തിയുടെ നല്ല കിടിലൻ രംഗങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്. ഭാര്യയായ വൈജയന്തിയെ ബാലചന്ദ്രൻ കണ്ടിരുന്നത് വെറുമൊരു ശത്രുവിനെ പോലെയാണ്. സ്വന്തം മക്കളോട് പോലും അപരിചിതനെ പോലെ അദ്ദേഹം പെരുമാറുന്നു. അദ്ദേഹത്തിൻ്റെ മുറി ഒരു കോട്ടയായി മാറി. ആ കോട്ടക്കുള്ളിലേക്ക് 3 പേർക്ക് മാത്രമേ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. മനുവിനും കൃഷ്ണക്കും അതുപോലെ തന്നെ അലീനക്കും. അലീന പോവാൻ നിന്നപ്പോഴേക്കും ബാലചന്ദ്രൻ അവളെ തടഞ്ഞുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, മോളെ, ഇത്ര കാലം നീ ഇവിടെ ഒരു ഹോം നേഴ്സായിരുന്നു, അല്ലെങ്കിൽ നീ ഇവിടെ ഒരു വേലക്കാരിയായിരുന്നു. പക്ഷേ ഇനി മുതൽ നീ അങ്ങനെയല്ല, നീ എൻ്റെ സ്വന്തം മകളാണ്. ഈ അച്ഛനെ ശുശ്രൂഷിക്കാൻ എൻ്റെ പൊന്നുമോൾ ഇവിടെ വേണമെന്ന് ബാലചന്ദ്രൻ പറയുന്ന വാക്കുകൾ കേട്ട് അലീനയുടെ കണ്ണ് നിറഞ്ഞു. അവൾക്ക് ആ വാക്കൊരിക്കലും തന്നെ തള്ളിക്കളയാൻ കഴിഞ്ഞില്ല. ബാലചന്ദ്രൻ്റെ ആ അപേക്ഷ അത് അവളുടെ ഹൃദയത്തിലാണ് കൊണ്ടത്. അവൾ അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. ഈ തീരുമാനം നെടുമ്പരക്കൽ വീടിനെ ഒരു യുദ്ധക്കളമാക്കി മാറ്റി. അലീന ആ വീട്ടിൽ തുടരുന്നത് വൈജയന്തിക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. ദേഷ്യപ്പെട്ട് വൈജയന്തി ചോദിക്കുന്നുണ്ട്, എന്തിനാടി നീ ഇവിടെ കെട്ടി നിൽക്കുന്നത്? ഒരു ദിവസം വൈജയന്തി അലീനടുക്ക് നേരെ അങ്ങ് ചീറി. അന്നേരം അലീന ശാന്തമായി മറുപടി പറഞ്ഞു, ബാലചന്ദ്രൻ സാറ് എന്നോട് ഇവിടെ നിൽക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മകളുടെ സ്ഥാനത്ത് നിന്ന് ഒരു അച്ഛനെ പോലെ നോക്കാമെന്നാണ് പറഞ്ഞത്. എനിക്ക് അദ്ദേഹം അച്ഛനെ പോലെ തന്നെയാണ്, അതുകൊണ്ട് അത് കേട്ട് ഞാൻ ഇവിടെ നിൽക്കുമെന്ന് പറയട്ടെ അലീന. അത് കേട്ട സമയത്തിന് വൈജയന്തിക്ക് ദേഷ്യം വരുമെന്ന് വൈജയന്തിയുടെ നിയന്ത്രണം വിട്ടു. ദേഷ്യം അടക്കാനാവാതെ അലീനയുടെ കവിളത്ത് ആഞ്ഞടിക്കാണ് വൈജയന്തി. ആ വീടുകളുടെ ചുമരുകൾ അന്ന് പൊട്ടിച്ചെറുകളുടേതായിരുന്നു. വൈജയന്തി നിരന്തരമായിട്ട് അലീനയോട് ദേഷ്യം വെറുപ്പും മാത്രമാണ് കാണിക്കുന്നത് എന്നുള്ള കാര്യമെല്ലാം തന്നെ മാമച്ചനും ഗ്രേസി ആൻറ്റിയും തിരിച്ചറിയും. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം അലീനയെ കാണാനും അവളെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകാനുമായിട്ട് ഗ്രേസിയാമ്മയും മാമച്ചനങ്ങളും രേവതി മോളെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അവർ 3 പേരും നെടുമ്പുരക്കൽ വീട്ടിലേക്ക് കയറി വരുന്നതും കണ്ടുകൊണ്ട് തന്നെ അലീനയുടെ മുഖം തെളിഞ്ഞു. ഈ നരകത്തിൽ നിന്നും ഇനി തൻ്റെ ഭാഗം കേൾക്കാൻ ചിലരെങ്കിലും ഉണ്ടല്ലോ എന്ന ആശ്വാസം അവളുടെ കണ്ണുകളിൽ പ്രകാശിച്ചു. എന്നാൽ അവരെ സ്വീകരിച്ചത് വൈജയന്തിയുടെ കറുത്ത മുഖമായിരുന്നു. അലീനയെ ഒരുപാട് സ്നേഹിക്കുന്ന ഇവരെ കണ്ടതോടുകൂടി തന്നെ വൈജയന്തിയുടെ മുഖം കടുത്തു. നിങ്ങളായിരുന്നോ ഇത്? എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തത്? വൈജയന്തി പുച്ഛസ്വരത്തിൽ അവരോട് ചോദിച്ചു. ഞങ്ങൾ ബാലചന്ദ്രന് വയ്യാതിരിക്കുകയാണെന്നറിഞ്ഞിട്ട് ഒന്ന് കണ്ടിട്ട് പോവാമെന്ന് കരുതിയിട്ട് വന്നതാണ്, ഗ്രേസി ആൻറ്റി ശാന്തമായി പറഞ്ഞു. അത് കേട്ടതോടെ വൈജയന്തിക്ക് ഭയങ്കര അങ്ങ് ദേഷ്യം വരാണ്. അലീന ഇവർ വന്നിരിക്കുന്നു എന്നുള്ള കാര്യം ബാലചന്ദ്രനോട് പറയുന്നതോടുകൂടെ തന്നെ അവരെ കാണാമെന്ന് ബാലചന്ദ്രൻ സമ്മതിക്കാണ്. അതോടുകൂടെ തന്നെ വൈജയന്തിയുടെ ദേഷ്യം ഇരട്ടിക്കും. വൈജയന്തി പറയുന്നുണ്ട്, ആഹാ, വഴിയെ പോകുന്നവർക്കും വരുന്നവർക്കുമൊക്കെ കാണാം, ഈ വീട്ടിൽ താമസിക്കുന്ന എനിക്ക് മാത്രമേ ഇവിടെ വിലക്കുള്ളൂ. വൈജയന്തിയുടെ വാക്കുകൾ വിഷം പുരട്ടിയ അമ്പുകളായിരുന്നു. ആ വാക്കെല്ലാം കേട്ടിട്ട് ഗ്രേസി ആൻറ്റിക്ക് ഒട്ടും തന്നെ ഇഷ്ടമായില്ല. ഗ്രേസി ആൻറ്റി പറയുന്നത്, അതൊന്നും ഞങ്ങളുടെ പ്രശ്നമല്ലല്ലോ. നിങ്ങളെ കാണാൻ അദ്ദേഹം കൂട്ടാക്കാത്തത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. ഞങ്ങളോട് അദ്ദേഹം നന്നായിട്ട് തന്നെയാണ് പെരുമാറുന്നത്, അതുകൊണ്ടാണ് ഇത്രയും ദൂരം താണ്ടിയിട്ട് ഞങ്ങൾ അയാളെ കാണാൻ വന്നത് എന്നൊക്കെ പറയും. ഗ്രേസി ആൻറ്റിയുടെ മറുപടി വൈജയന്തിയെ കൂടുതൽ ചൊടിപ്പിച്ചു. അവർ അവിടെ നിന്നും നേരെ പോയത് മുത്തശ്ശിയുടെ മുറിയിലേക്കാണ്. അവിടെ രേവതിക്കുട്ടിയെയും മറ്റും മുത്തശ്ശി സ്നേഹത്തോടെയാണ് സ്വീകരിച്ചത്. ഗ്രേസി ആൻറ്റി പറയുന്നുണ്ട്, ഞങ്ങൾ വന്നത് അലീനയെ കൂട്ടിക്കൊണ്ടു പോകണമെന്ന് കരുതിയിട്ടാണ്. അവൾ ഇവിടെ കിടന്ന് നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. ആരാരുമില്ലാത്ത അനാഥ കുഞ്ഞല്ലേ, അവളിവിടെ നിന്നിങ്ങനെ നിരകിക്കുന്നത് കാണാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രേസി ആൻറ്റി മുത്തശ്ശിയോട് പറയാണ്. അത് കേട്ടതോടെ മുത്തശ്ശിയുടെ മുഖം മാടി. മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടമായിരിക്കട്ടോ അലീനയെ പിരിയാൻ. മുത്തശ്ശി പറഞ്ഞിട്ട്, അവൾ പോയാൽ പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? പിന്നെ ബാലചന്ദ്രനും ഇപ്പോൾ വയ്യാതെ കിടക്കുമല്ലേ.
അപ്പോൾ ഗ്രേസി ആൻറ്റി പറയുന്നുണ്ട്, എന്നാലും മുത്തശ്ശി, ഒരു പെൺകുട്ടി സഹിക്കുന്നതിലും അപ്പുറമാണ് അവളിവിടെ അനുഭവിക്കുന്നത്. നിങ്ങളും ബാലചന്ദ്രൻ സാറും അല്ലാതെ ആരാണ് അവളോട് സ്നേഹത്തോടെ പെരുമാറുന്നത്? എന്തിനാ എല്ലാവർക്കും അവളോട് ഇത്ര ദേഷ്യം? ഗ്രേസി ആൻറ്റി അവളുടെ ശബ്ദമുയർത്തി. ഞങ്ങൾ ഏതായാലും ഞങ്ങളെ മോളെ കൊണ്ടുപോവാണെന്നിങ്ങനെ ഗ്രേസിയമ്മ പറയുന്ന സമയത്തിന് അലീനക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. നിസ്സഹായതോടുകൂടെ മുത്തശ്ശി അലീനയെ നോക്കുന്ന സമയത്തിന് അലീന മുത്തശ്ശിയുടെ കൈകൾ പിടിച്ചു. ഇല്ല മുത്തശ്ശി, മുത്തശ്ശി വിട്ടിട്ട് ഞാൻ എങ്ങോട്ടേക്കും പോകുന്നില്ല എന്ന് പറയും. ആ സമയത്തിന് ഗ്രേസിയമ്മയ്ക്ക് പറയാൻ മറുപടിയൊന്നും ഇല്ലായിരുന്നു. അവർ അവിടെ നിന്ന് നേരെ ബാലചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് ചെന്നു. അവിടെ വെച്ച് ബാലചന്ദ്രൻ അലീനയെ ചൂണ്ടിക്കാട്ടി അവരോട് പറഞ്ഞു, ദേ, ഇവളെ കൊണ്ടുപോവാനാണ് നിങ്ങൾ വന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ഇനി ഇവൾ എങ്ങോട്ടുമില്ല. എൻ്റെ മോൾ ഇവിടെ തന്നെ എൻ്റെ ഒപ്പമുണ്ടാവും. ഈ ബാലചന്ദ്രൻ്റെ മോളായിട്ട് അലീന ഇവിടെ തന്നെ താമസിക്കുമെന്നിങ്ങനെ ബാലചന്ദ്രൻ ഉറച്ച സ്വരത്തിൽ പറയാണ്. ആ മോൾ എന്ന വിളി അലീനയുടെ ഹൃദയത്തിൽ അത്രയേറെ ആഴത്തിൽ പതിഞ്ഞിരുന്നു. ബാലചന്ദ്രൻ അലീനയെ സ്വന്തം മോളായിട്ട് തന്നെയാണ് സ്നേഹിക്കുന്നത് എന്നുള്ള കാര്യമെല്ലാം തന്നെ ഗ്രേസി ആൻറ്റിക്കും മാമച്ചനും മനസ്സിലാവും. ഒരച്ഛൻ്റെ സ്നേഹവും വാത്സല്യമെല്ലാം തന്നെ ബാലചന്ദ്രൻ അലീനയ്ക്ക് പകർന്നു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അലീനെ അവിടെ നിർത്തിപ്പോവാൻ തന്നെയായിരിക്കും ഗ്രേസി ആൻറ്റി തീരുമാനിക്കുന്നത്. അവരുടെ സംസാരമെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ യാത്ര പറയാനൊഴുങ്ങി. ബാലചന്ദ്രനോട് യാത്രയെല്ലാം പറഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങി വന്നു. പോകുന്നതിന് മുൻപേ തന്നെ വൈജയന്തിയുടെ മുഖത്ത് നോക്കി ഗ്രേസി ആൻറ്റി പറഞ്ഞു, ഞങ്ങൾ പോവാണ്. അലീന മോളെ കൂട്ടിക്കൊണ്ടു പോവാനാണ് ഞങ്ങൾ വന്നത്. പക്ഷേ ബാലചന്ദ്രന് അത് താല്പര്യമില്ല. ഇപ്പം തൽക്കാലം ഞങ്ങൾ പോകുന്നു. ഇനി എന്നെങ്കിലും ഈ അലീനയെ നിങ്ങൾ വീട്ടിൽ നിന്നും പുറത്താക്കുകയാണെങ്കിൽ അവൾ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയും. എന്നാൽ ഗ്രേസി ആൻറ്റിയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വൈജയന്തിയുടെ ഉള്ളിലുള്ള അഹങ്കാരം പുറത്തു ചാടി. ഓ, ആർക്കും വേണ്ടാത്ത പിഴച്ചതിനെയൊക്കെ തലയിലെടുത്ത് വെക്കാൻ നിങ്ങളെ പോലെ കാണുമല്ലോ കുറേ ആൾക്കാർ. അത് ശരിക്കും ഒരു തുടക്കമായിരുന്നു. ഗ്രേസി ആൻറ്റി അതുവരെ അടക്കി വെച്ച ദേഷ്യത്തോടെ വൈജയന്തിയുടെ നേരെ അങ്ങ് തിരിഞ്ഞു. നിർത്ത്! അവരുടെ ശബ്ദം ആ വീടാകെ മുഴങ്ങി. നിങ്ങളെപ്പോലുള്ള സ്ത്രീകളല്ലേ പിഴച്ചുപറ്റു ഉപേക്ഷിക്കുന്നത്? എന്നിട്ട് ആ കുട്ടികളെ നിങ്ങൾ തന്നെ കുറ്റപ്പെടുത്താണോ? നാഴികക്ക് 40 വട്ടം പിഴച്ചുപറ്റവളെന്ന് വിളിക്കാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും മുൻപ് സ്വന്തം ഭൂതകാലം എത്രമാത്രം ശുദ്ധമായിരുന്നു എന്ന് നിങ്ങളും ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് എന്ന് പറയും. ഗ്രേസി ആൻറ്റിയുടെ ഈ വാക്കുകളെല്ലാം ഒരു ഇടുത്തി പോളിലെയാണ് വൈജയന്തിയുടെ മേൽ പതിച്ചത്. ജീവിതത്തിൽ ആദ്യമായി സ്വന്തം വീട്ടിൽ, അതും പുറത്തുനിന്ന് വന്ന ഒരാളുടെ മുന്നിൽ വെച്ച് വൈജയന്തി ആദ്യമായി തല താഴ്ത്തി നിന്നു. അന്ന് ആ നിമിഷം ആ വീടിൻ്റെ ഭരണം അലീനയുടെ സംരക്ഷകരുടെ കയ്യിലാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഹൃദയം തുണുങ്ങുന്ന വേദനയും ദേഷ്യവും എല്ലാം അങ്ങനെ അടക്കി പിടിച്ച് നിൽക്കുമായിരിക്കും വൈജയന്തി. താൻ ഒരിക്കൽ പോലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത തൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് ഇവരെല്ലാവരും അറിഞ്ഞുപോയോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ഗ്രേസി ആൻറ്റിക്കും മാമച്ചനും അലീനക്കും രേവതിക്കുട്ടിക്കും മുന്നിൽ ആകെ നാറി നാണം കെട്ട് തല കുനിച്ച് നിൽക്കുന്ന വൈജയന്തിയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.